राहुल गांधी कुन्नार पहुंचे हैं, जो कि केरलम में पड़ता है और केरलम में चुनाव होने वाला है। That there is no attack on the chief minister of Kerala by the BJP. അതുകൊണ്ട് ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ബിജെപിയുടെ ഒരു ആക്രമണവും നടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. Everybody knows that the LDF leadership is corrupt. എല്ലാവർക്കും അറിയാം ഇവിടുത്തെ LDFന്റെ നേതൃത്വം അവർ കീഴടങ്ങിയിരിക്കുകയാണ്. There are cases ongoing, but there is no pressure on them from the BJP. There is no interrogation. There are no threats from the BJP on them. അവരുടെ നേരെ അന്വേഷണം നടക്കുന്നുണ്ട്, പക്ഷേ അവരെ സംബന്ധിച്ചോളം യാതൊരു ഭീഷണിയും ബിജെപിയുടെ നേരിൽ നിന്ന് അവർക്കൊരു ഭീഷണിയും നേരിടുന്നില്ല. And the second reason is the Prime Minister came here yesterday to Kerala. ഇവിടെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്നലെ കേരളത്തിൽ പ്രധാനമന്ത്രി എത്തിയിരുന്നു. Wherever he goes, he talks about temples and religion. അദ്ദേഹം എവിടെയെല്ലാം പോയാലും അദ്ദേഹം മതത്തെക്കുറിച്ചും ക്ഷേത്രങ്ങളെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത്. In every speech, he is talking about temple and religion. അദ്ദേഹത്തിന്റെ എല്ലാ പ്രസംഗങ്ങളിലും അദ്ദേഹം പറയുന്നത് അമ്പലങ്ങളെക്കുറിച്ചും അവിടുത്തെ മതത്തെക്കുറിച്ചുമാണ്. But somehow, he has forgotten about what happened in Sabarimala. പക്ഷെ എന്തുകൊണ്ടോ അദ്ദേഹം കേരളത്തിൽ വരുമ്പോ ശബരിമലയെ കുറിച്ച് അദ്ദേഹം മറന്നു പോവുകയാണ്. He has forgotten that the left front leaders stole from Ayyappaji. അദ്ദേഹം കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കന്മാർ ശബരിമല അയ്യന്റെ സ്വത്ത് കവർന്നു എന്നുള്ളത് മറക്കുകയാണ്, സ്വർണം കവർന്നു എന്നുള്ളത് മറക്കുകയാണ്. He has forgotten that the left front leaders took the gold of Ayyappa temple and replaced it with brass. അദ്ദേഹം മറന്നു പോവുകയാണ് ശബരിമലയിലെ അയ്യപ്പന്റെ ക്ഷേത്രത്തിലുള്ള സ്വർണം അവിടെ നിന്ന് കട്ടെടുത്തു കൊണ്ടുപോയി അതിൽ ചെമ്പാക്കി മാറ്റി അവിടെ വെച്ചു എന്നുള്ളത് അദ്ദേഹം മറക്കുകയാണ്. So because he does not want to damage the BJP, he has kept quiet about the crime that has taken place against the holiest temple. പക്ഷേ CPM-നെ രക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഈ രാജ്യത്തെ ഏറ്റവും പവിത്രമായ ക്ഷേത്രത്തിൽ നടന്ന കൊള്ളയെ അദ്ദേഹം മറച്ചു വെക്കുകയാണ്. This shows two things. The first thing it shows is the BJP and LDF are joined together. ഇതിൽ രണ്ട് കാര്യങ്ങൾ വെളിവാവുകയാണ്. അതിലൊന്ന് LDF-ഉം BJP-യും ഇതിൽ ഒരേ പക്ഷത്ത് നിൽക്കുകയാണ്. And the second thing it shows is Narendra Modi does not care anything about religion, Hinduism or temple.